ഹലോ ഹായ് വൺസ് അഗെയിൻ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ഒരു ടോപ്പിക്, നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ് കാനഡയിലെ മലയാളികളും. അടുത്ത ആഴ്ചത്തോടെ എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും ഈ കമ്മിങ് വീക്കെൻഡിലായിരിക്കും സെലിബ്രേഷൻ. ഓഫ് കോഴ്സ് നമ്മൾ ഇവിടുത്തെ പല മലയാളി റെസ്റ്റോറൻറ്റുകളിലും ഓണസദ്യയും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പല ഡിഫറെൻറ്റ് പ്രോവിൻസിൽ ഡിഫറെൻറ്റ് സിറ്റിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഗ്യാദർ ചെയ്ത് അവരുടെ നാട്ടിലെ ഓർമ്മകളും കൂട്ടുകാരെയൊക്കെ കൂടി ഓണസദ്യയൊക്കെ കഴിച്ച് ഒത്തിരി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു വീക്കാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും സാധാരണ ടോപ്പിക് എന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എമിഗ്രേഷൻ മാറ്റേഴ്സാണ്. ഓഫ് കോഴ്സ് അഗെയിൻ എമിഗ്രാൻസ് ഇൻ കാനഡ ഓർ ഓൾസോ ഇൻക്ലൂഡിങ് മലയാളീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചില കൾച്ചറൽ മാറ്ററും മറ്റുള്ള നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങളും, നമ്മൾക്ക് പൊതുവേ കാനഡയിലെ മെയിൻ സ്ട്രീം സൊസൈറ്റി ആയിട്ടുള്ള നമ്മളെ റിലേഷൻസും ഏത് കാര്യം, ഇതൊക്കെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മലയാളികളുടെ ഓണാഘോഷം അല്ലെങ്കിൽ ഈദ് ആഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിനെ പറ്റിയിട്ട് അത് സ്വാഭാവികമായിട്ടും എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മറ്റുള്ളവരെ അനോയ് ചെയ്യാതെ ഇവിടുത്തെ ഒരു കൾച്ചറായിട്ട് അലൈൻഡായിട്ടും അഡാപ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അയർലാൻഡിലും ജർമ്മനിയിലും മറ്റേ UK-യിലും USA-യിലും ഒക്കെ ഇന്ത്യക്കാർക്കെതിരെ വളരെ മോശമായിട്ടുള്ള എക്സാഗ്രേറ്റ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു സമയത്ത് ഇന്ത്യക്കാരെ എന്തുകൊണ്ട് പലരും വെറുക്കുന്നു എന്നുള്ള ടോപ്പിക് ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിയ സമയത്ത് ഇപ്രാവശ്യം തൽക്കാലം ഇപ്പോൾ ഏറ്റവും നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഓണാണ്. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തവർക്കായിരിക്കും ചിലപ്പോൾ നാട് ഒരുപാട് മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കൾച്ചറലി അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും നാട്ടിലെ ബന്ധുക്കളെയും ആൾക്കാർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നത് ചിലപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ആൾക്കാർക്കായിരിക്കണം മേ ബി. കാരണം എനിക്കിത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ 10-25 വർഷമായിട്ട് കാനഡയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് മിസ്സിംഗ് ഒന്നും വരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രേഷൻ ഒന്നും അടുത്ത കാലത്തൊന്നും നാട്ടിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ എനിവേ കാനഡയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഈ ആഘോഷങ്ങൾ തെരുവിലോട്ട് കൊണ്ടുപോയി, ഓണാഘോഷം. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ആവേശമായിരിക്കും തോന്നുന്നു. കാരണം ഈ നമ്മൾക്ക് എങ്ങനെയും അവിടെ നാട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ അത് മാക്സിമം അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു എന്തൊരു വാശിയോ എന്തൊരു അതിൻ്റെ സൈക്കോളജി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബട്ട് നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ കനേഡിയൻ സൊസൈറ്റി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു സിവിക് ഒരു സെറ്റപ്പ്, ഇവിടുത്തെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കനേഡിയൻസ് ദേ ഡോണ്ട് ലൈക്ക് ടു ബോദർ എനിബഡി. ഐ മീൻ ലൈക്ക് ദേ ഡോണ്ട് വാണ്ട് ടു ബി ഓൾസോ ബോദർഡ് ബൈ എനിബഡി. അതാണ് അവരുടെ പോളിസി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നു, അമ്പലങ്ങളിൽ രാവിലെ പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ചിലപ്പം മണിയടിക്കുന്നു, കൂട്ടമണി അടിക്കുന്നു കേൾക്കാറുണ്ട്. ഇതൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രൈവറ്റ് മാറ്ററായിട്ടാണ് ഇവർ കാണുന്നത്. ചർച്ചിൽ പോകേണ്ടവൻ പോവും, അമ്പലത്തിൽ പോകേണ്ടവൻ പോവും, പള്ളിയിൽ പോകേണ്ടവൻ പോവും, പൊക്കോട്ടെ. ബട്ട് നടു റോട്ടിൽ വന്നിട്ട് ആൾക്കാരെ ഒരു എന്താ പറയേണ്ടത്, അത് അവർ നെഗറ്റീവായിട്ട് തന്നെ ഇവർ കാണുന്നത്. അത് ഇവർ ആദ്യം മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ച് നോയ്സ് പൊല്യൂഷൻ, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ബഹളവും ലൗഡായിട്ടും നോയ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഇവർ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാർ ദിവാലിയും മറ്റൊക്കെ ആഘോഷിച്ച് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കി മൊത്തം നാടിൻ്റെ ആൾക്കാരുടെ പേര് നശിപ്പിച്ചെന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മലയാളികൾ കുറച്ച് മര്യാദക്കാരെന്നാണ് പറഞ്ഞത്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ് വിത്ത്, അതിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് വന്നിരുന്നു നമ്മളെ ആൾക്കാർ ഒത്തിരി മോശമൊന്നുമല്ല എന്ന്. ബട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ദേശം നമ്മൾ അഗ്രീം ചെയ്തു പോകും. കാരണം ഞാൻ അവരെ കുറ്റം പറയില്ല. മൈ പോയിൻ്റ് ഈസ് ദാറ്റ് ഇപ്പം നിങ്ങൾ അയർലാൻഡിലും ജർമ്മനിയിലും UK-യിലൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, പൊതുവേ നമ്മുടെ ആൾക്കാർ മറ്റുള്ളവരുടെ മേലെ നമ്മുടെ കൾച്ചറും മറ്റൊക്കെ അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിവിക് സെൻസിൻ്റെ ഒരു ഷോർട്ടേജ് മറ്റുള്ളവരെയൊക്കെ വളരെ അനോയ് ചെയ്യുന്നൊക്കെയുള്ള ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ ഈടായിട്ട് വളരെ ഹോട്ട് ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയയിൽ. ചുരുക്കി പറഞ്ഞ സായിപ്പിൻ്റെ തല്ല് വാങ്ങാതെ, സായിപ്പിൻ്റെ പഴി കേൾക്കാതെ, സായിപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ, സായിപ്പിനെ അനോയ് ചെയ്യാതെ, ഈ മെജോറിറ്റി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്കത് സെലിബ്രേഷൻ ആണെന്ന് അവർക്ക് സെലിബ്രേഷൻ ആണെന്നില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൊത്തം കാനഡയുടെ പോപ്പുലേഷൻ്റെ 1% പോലും മലയാളികളില്ല. നമ്മളെന്നിട്ട് കനേഡിയൻ പാർലമെൻറ്റിനകത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കേട്ടൊരു വീഡിയോ ഉണ്ട്.
ഇവിടെ ഒരുപാട് മ്യൂച്വൽ റെസ്പെക്റ്റിലും അണ്ടർസ്റ്റാൻഡിങ്ങുള്ളൊരു ഒരു കൾച്ചറാണ് ഇവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3-4 സെലിബ്രേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈദ് അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാഷണൽ ഫെസ്റ്റിവലാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തം ഈ വർഷത്തെ എല്ലാ സ്ട്രെസ്സും ചാലഞ്ചസും ഹാർഡ് വർക്കും ഒക്കെ കഴിഞ്ഞ് മനുഷ്യർക്ക് കുടുംബങ്ങളായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ടൈം ഇറ്റ് ഈസ്. കാനഡ ഫുള്ളി ദ കൺട്രി ഗെറ്റ്സ് ഡെക്കറേറ്റഡ്. ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം തിങ് ഇൻ US ആൻഡ് UK, ജർമ്മനി, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, വെസ്റ്റേൺ കൺട്രീസൊക്കെ അങ്ങനെ ആയിരിക്കണം. അത് എല്ലാവർക്കും അത് എൻജോയബിളായിട്ട് തോന്നത്തുള്ളൂ. അതിൽ അവർ ആരും ന്യൂസൻസോ ആരും ലൗഡോ അങ്ങനത്തെ ഒന്നും പ്രശ്നം വരുന്നില്ല. സാന്റാക്ലോസൊക്കെ അത് പാർട്ട് ഓഫ് ദ കൾച്ചർ ആൻഡ് വി ഓൾ എൻജോയ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ആ വിൻ്ററിൽ സ്നോയും മറ്റൊക്കെ ആയിട്ട് ഒത്തിരി രസമാണ് ആ സമയം, ആ ഒരു December 15 മുതൽ January 5 വരെ. പക്ഷേ അതിനിടയ്ക്ക് നടക്കുന്ന ഈ നമ്മുടെയൊക്കെ ഈ ലോക്കൽ ആചാരങ്ങളും സെലിബ്രേഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്കായിട്ട് ഒതുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. നമ്മളെന്തിന് വെറുതെ പബ്ലിക് ന്യൂസൻസ് ആക്കി മാറ്റണം അതിനെ? ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഈദായിക്കോട്ടെ ഇനി ഓണായിക്കോട്ടെ നിങ്ങൾക്ക് ഭംഗിയായിട്ടൊരു ഓഡിറ്റോറിയമൊക്കെ കൺവെൻഷൻ സെൻ്ററൊക്കെ ഹയർ ചെയ്തിട്ട് റെൻറ്റിന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത്ര ആൾക്കാരെ ക്ഷണിച്ചോ, മ്യൂസിക് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഓണസദ്യ ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, എന്ത് വേണേലും ആക്കോട്ടെ, യു ക്യാൻ സെലിബ്രേറ്റ് ദ വേ യു വാണ്ട് ബട്ട് നോട്ട് ബൈ ബോദറിങ് അതേഴ്സ്, വിത്തൗട്ട് ബോദറിങ് അതേഴ്സ്. അതാണ് എൻ്റെ പോയിൻറ്റ്. അതൊരു അനോയൻസ് ആകാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഇംപ്രഷൻ ഇമേജ് പോക്കാണ്. ഒരുപാട് പേര് ഇല്ലീഗൽസ് എന്നവർ വിചാരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ കണ്ടില്ലേ, പിന്നെ ഞാനൊരു ട്രക്ക് ഡ്രൈവർ 2-3 പേരെ കൊന്നതിൻ്റെ പേരിൽ ഇപ്പം മൊത്തം എല്ലാവരെയും അവിടെ അരിച്ചു പെറുക്കാൻ തുടങ്ങുകയാണ്. ഇന്ത്യയിൽ എത്ര ആൾക്കാർ ഇല്ലീഗലായിട്ടുണ്ടോ പലരും അതിൽ ബുദ്ധിമുട്ടും. കറക്റ്റ്. ഇവിടെ കാനഡയിലും ഇതേപോലെയുള്ള ഒരുപാട് പിന്നെ ഓൾറെഡി സീക്രറ്റ്ലി ഇൻഡയറക്ട്ലി യു ക്യാൻ സീ ഓൾ ഓഫ് ദിസ് ടാർഗറ്റിംഗ് ഹൈ നമ്പർ ഓഫ് റിഫ്യൂസൽസ്, PFLs. ഇന്ത്യക്കാർ വേണ്ട എന്ന് പൊതുവേ ഉള്ളൊരു സമീപനമാണ് കനേഡിയൻ ഗവൺമെൻറ്റിൽ. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതുപോലെ അതിനി ഒരുപാട് പിന്നെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഇവരൊരുമാതിരി വെറുപ്പിച്ചിട്ട് നമ്മൾ ആൾക്കാർക്ക് പ്രശ്നം വരുത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ അഭിപ്രായം പറയുന്നത്. മറ്റുള്ളവർ വളരെ ക്വയറ്റായിട്ട് ഇതൊക്കെ ത്രൂ സെലിബ്രേഷൻസ് പല പോർച്ചുഗീസുകാരായിക്കോട്ടെ, സ്പാനിഷ് ഇവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അവരുടേതായ ഒരു സർക്കിളിലോ കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ടാവും. ബട്ട് ഡോണ്ട് ബ്രിങ് യുവർ സെലിബ്രേഷൻസ് ടു ദ സ്ട്രീറ്റ്സ് ഓഫ് കാനഡ. അത് നിങ്ങളുടേതായ ഒരു ഏരിയയിൽ ഒതുക്കി അവിടെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പാട്ടും മ്യൂസിക്കും ഡാൻസൊക്കെ ആയിട്ട് അവിടുത്തെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ ഈ അയർലൻഡിൽ നടക്കുന്നതും UK നടക്കുന്നതും എവിടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത, പക്ഷേ സായിപ്പിൻ്റെ വെറുപ്പും സായിപ്പിൻ്റെ പഴിയും സായിപ്പിൻ്റെ തല്ലും വാങ്ങാതെ നിങ്ങൾ അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം എനിക്ക് പറയാനുള്ളത്, ഐ ആം അറ്റ് ഹാർട്ട് ഐ എം എ മലയാളി, ഓഫ് കോഴ്സ് ഐ എം എ കനേഡിയൻ സിറ്റിസൺ, ബട്ട് സ്റ്റിൽ അറ്റ് ഹാർട്ട് മൈ റൂട്ട് എവറിത്തിങ് ഈസ് കേരള. അപ്പോൾ ഒരിക്കലും നമ്മുടെ മലയാളികളെ താഴ്ത്തി കെട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓണാഘോഷത്തിനോ ഈദാഘോഷത്തിനോ മറ്റുള്ള സെലിബ്രേഷൻസൊന്നും ഞാനിവിടെ താഴ്ത്തി കെട്ടി പറയില്ല. ബട്ട് നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സിസ്റ്റവും ആ രാജ്യത്തിൻ്റെ സിവിക് സെൻസെല്ലായിട്ട് നമ്മൾ അലൈൻഡായിട്ട് അഡാപ്റ്റഡായിട്ടും പോകുമ്പോഴാണ് നമ്മൾ യു ബിക്കം ഇൻ ദ പാർട്ട് ഓഫ് ദ മെയിൻ സ്ട്രീം സൊസൈറ്റി. അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അല്ലാതെ നമ്മുടേതായ വഴിക്ക് നമ്മുടേതായ ഒരു പള്ളി വേണം, നമ്മുടേതായ ഒരു ചർച്ച് വേണം, നമ്മുടേതായ ആഘോഷങ്ങൾ, നമ്മുടേതായ ഒരു രീതി, അത് മറ്റുള്ളവന് എത്ര ഇറിറ്റേറ്റ് ചെയ്തും പോലും നമ്മുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ ബാക്ക്ലാഷ് വരും. അത് പിന്നെ ലാസ്റ്റ് ഇരുട്ടടി ആയിക്കോട്ടെ, ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങളായിക്കോട്ടെ, ഷൂട്ടിംഗ് ആയിക്കോട്ടെ, പല ഇൻസിഡൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡോണ്ട് ഇൻവൈറ്റ് ട്രബിൾസ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓൾറെഡി ദർ ഇസ് ഇനഫ് ട്രബിൾസ്. എമിഗ്രേഷൻ ഫ്രോഡും ക്രൈംസും തെഫ്റ്റും ഡ്രഗും എല്ലാം കൊണ്ട് മാക്സിമം ഇന്ത്യൻസിൻ്റെ പേര് മൊത്തത്തിൽ മോശമായി കിടക്കുകയാണ്. ഓഡിറ്റോറിയത്തിലോ കൺവെൻഷൻ സെൻറ്ററിലോട്ടോ ഒതുക്കുന്നതായിരിക്കും ഈദ് ആഘോഷിക്കുന്നവനും ഓണം ആഘോഷിക്കുന്നവർക്കൊക്കെ നല്ലത്. പുറത്തോട്ട് പബ്ലിക് പ്ലേസസിലൂടെ അവരവൻ്റെ പ്രേയറും നമസ്കാരങ്ങളും പാട്ടും കൂത്തൊന്നും കൊണ്ടുവരാതെ കഴിയുന്നത്ര സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ചില ഒക്കേഷനിൽ ചില ഏരിയകളിൽ ഫുഡ് ഫെസ്റ്റിവൽ മറ്റൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് കേരള ഫുഡ് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഹലാൽ ഫുഡ് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, അത് അവർ ഒരു ഏരിയ ഫുൾ പെർമിഷൻ എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ, അത് ഇറ്റ്സ് നോട്ട് ബൈ ബോദറിങ് ബൈ അതേഴ്സ്. മറ്റുള്ളവരെ ബോദർ ചെയ്യാതെ റൺ ചെയ്യുന്ന എന്തിനും ഞാൻ ഫുള്ളി സപ്പോർട്ടാണ്. മലയാളി കനേഡിയൻസിൻ്റെ വെൽവിഷർ എന്നുള്ള നിലക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിച്ച എക്സ്പീരിയൻസും പലരുടെയും സായിപ്പന്മാരുടെയൊക്കെ മനസ്സറിയുന്ന ഒരാളെന്ന നിലക്ക് അവരുടെ സെൻറ്റിമെൻറ്റ്സും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു വളരെ അഡാപ്റ്റബിളായിട്ടും അലൈൻ ആയിട്ട് പോകുന്ന ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതായിരിക്കും നമ്മുടെ ഭാവിക്കും നമ്മുടെ മക്കളുടെ ഭാവിക്കും നമ്മുടെ ഫ്യൂച്ചറിനും കുടുംബത്തിനൊക്കെ നല്ലത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ട് ഞാൻ കൂടുതൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ വരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലൈവിൽ വരുന്നുണ്ട്. ലൈവിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ എൻ്റെ
വളരെ ബിസി സ്കെഡ്യൂളാണ് കാനഡയിൽ. അപ്പം കൺസൾട്ടേഷൻ ബുക്ക് എല്ലാം പെയ്ഡ് കൺസൾട്ടേഷനാണ്. നിങ്ങൾക്ക് യു ഹവ് ടു പേ ഫോർ ദാറ്റ് ടു ടോക്ക് ടു മീ. എസ്പെഷ്യലി ഇതൊരു 40-45 മിനിറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്താലേ ഒരാളുടെ കംപ്ലീറ്റ് ക്രെഡൻഷ്യൽസ് അസസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചതിയിലൊന്നും ചെന്ന് പെടത്തില്ല, ദുബായിലും മറ്റുള്ള ഫ്രോഡ് ഏജൻറ്റുമാരുടെ അടുത്തൊന്നും. അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈവ് സെഷൻ തരികയാണെങ്കിൽ പലർക്കും അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഒരുപാട് പറ്റുന്ന പോലെ മറുപടി വരുന്നത് ഒരു 1 hour സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി ഇൻ ദ നെക്സ്റ്റ് മന്ത്. അതുകൊണ്ട് തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സബ്സ്ക്രൈബിങ് ടു ദി ചാനൽ ആൻഡ് ദെൻ യു ആർ ഓൺ ടോപ്പ് ഓഫ് all the activities and information what's going on in the channel. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇന്ന് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വൺസ് അഗൈൻ ബൈ ബൈ.